അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. വ്യത്യസ്തമായ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അത് വിജയിച്ചോ എന്നറിയാനായിട്ട് നമ്മളൊന്ന് പോയി വെക്കാൻ പോകാം. അതായത് ഇന്ത്യയിലെ വർക്കല്ല, കബോർഡ് പണിയോ അല്ലെങ്കിൽ മരപ്പണിയോ ഒന്നുമല്ല. നമ്മൾ ഒരു സ്ഥാനം കണ്ടേക്കണത്, കിണറിന് സ്ഥാനം കണ്ടേക്കണത് അത് 6 കോലിയിൽ വെള്ളം കാണുമെന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റിലെ അതായത് കന്നി സ്ഥാനം കാണലാണ്. അപ്പോൾ നമ്മളൊന്ന് പോയി കാണാനായിട്ട് പോവുകയാണ്. എത്രമാത്രം നമുക്കത് ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷയുടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒന്ന് ടേപ്പ് എടുത്തണ്ടേ നാളെ വെള്ളം 7 പോലെ മാക്സിമം മാത്രമേ പറ്റുള്ളൂ. 7 പോലെ നമുക്ക് വെള്ളം കിട്ടൂലേ? മാക്സിമം 7 പോലെ 6 പോലാണ് നമ്മൾ പറഞ്ഞത് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര പോലെ ആദ്യമായിട്ടാണ് വെള്ളം കിട്ടിയെന്നും പറഞ്ഞാൽ ശരിയാണെന്ന് അറിയണ്ടേ. നമ്മുടെ ഫസ്റ്റ് കിണറിന് സാധനം കണ്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പലത്തിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പരീക്ഷണാർത്ഥം കണ്ടല്ലേ അമ്പലത്തിൽ. അവിടെ നമ്മൾ പറവൂര് കണ്ടപ്പോൾ ചാന്തിര അമ്പലത്തിൽ കണ്ടപ്പോൾ അത് ഇത് തന്നപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ശരിയാണെന്ന് അറിയാൻ വേണ്ടി തത്തിച്ചല്ലേ. അത് എന്തായാലും ശരിയായി. ഞാൻ ലക്ഷണം പറഞ്ഞൊക്കെ കറക്റ്റായി. ലക്ഷണം പറഞ്ഞല്ലോ. എന്തായാലും വെള്ളം കണ്ടിട്ടുണ്ട്. 6 കോലിൽ വെള്ളം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 6 കോലല്ല, അവർ പറഞ്ഞത് 7 കോലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 6 കോലിലാണോ എന്ന് കറക്റ്റ് അതൊന്ന് റെഡിപ്പെടുത്താനായിട്ട് നമ്മൾ പോയേക്കണത്. അപ്പോൾ അതെ, ഇവിടെയാണ് നമ്മൾ കിണറിന് സ്ഥാനം കണ്ട സ്ഥലം. അപ്പോൾ അതായത് ഇതിനെ അങ്ങോട്ട് നടന്നു നിന്ന് ആ ഇതിന് വലയുടെ അപ്പുറം ചെന്നാൽ നമ്മൾ കിണറിന് സ്ഥാനം കണ്ട സ്ഥലമായി. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കിണറിൻ്റെ സ്ഥാനമാണ്. നമ്മൾ പറഞ്ഞ മാതിരി 6 കോലിൽ തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ടെന്ന് അറിയണം. അത് മാത്രമല്ല, പറഞ്ഞ മാതിരി ലക്ഷണങ്ങളൊക്കെ കണ്ട് കുറ്റിയെ കണ്ട ലക്ഷണങ്ങൾ പറഞ്ഞാണ് നമ്മൾ പറഞ്ഞേക്കണേ. അപ്പോൾ അതിട്ട് വെള്ളം കിട്ടുമോ അറിയണം. അപ്പോൾ നമ്മളത് നോക്കാനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോകണേ കേട്ടോ. അപ്പോൾ എന്താവുമെന്ന് നമുക്കറിയില്ല, ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ സ്ഥാനം ഞാൻ തന്നെയാണ് കണ്ടത്. കെട്ടിടത്തിൻ്റെ സ്ഥാനം ഞാൻ തന്നെയാണ് കണ്ടത്. അപ്പോൾ അത് പണി തുടങ്ങിയത് ഏകദേശം തറയുടെ പണിയൊക്കെ തീർന്ന് കട്ടട പണി തുടങ്ങിയിട്ടുണ്ട്. ഇതും കന്നി സ്ഥാനങ്ങളിലാണ്. കിണറിൻ്റെ സ്ഥാനവും കന്നിയാണ്. അപ്പോൾ ഫസ്റ്റിലെ കണ്ട് നമ്മൾ ചെയ്തേക്കണ ഒരു സ്ഥാനങ്ങളിലാണ്. ഇനി സ്ഥാനം കാണുന്നത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ആദ്യത്തെ ഒരു വർക്കായതുകൊണ്ടും ആദ്യത്തെ ഒരു സ്ഥാനങ്ങളിലായതുകൊണ്ട് അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കിണർ താത്തിയതായാലും JCBക്കാണ് താത്തിയേക്കണത്. ഫസ്റ്റിലെ താത്തിയാണ് JCBക്കാണ്. അപ്പോൾ അതുപോലെ നമ്മൾ വേസ്റ്റ് കുഴിയുടെ മറ്റേ സേഫ്റ്റി ടാങ്കറിൻ്റെ കുഴിയുടെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്ഥലത്ത് താത്തിക്കോ എന്നും പറഞ്ഞ് അതും കാണിച്ചു കൊടുത്ത്. മട്ടിയാണ്, ഫുള്ളും മട്ടിയാണ്. അപ്പോൾ നമ്മൾ കിണറിൻ്റെ സാധനം കണ്ട ഏരിയയിൽ നോക്കിക്കോ. അത് നമ്മൾ പറഞ്ഞ രീതിക്ക് തന്നെ 5 കോലിൽ താത്തി ചെന്നപ്പോൾ മട്ടിയും അതുപോലെ മട്ടി പൊട്ടിച്ച് കഴിഞ്ഞ് 6ാമത്തെ കോലിൽ ചെല്ലുമ്പോൾ പാറ എന്നാണ് പറഞ്ഞത്. ആ പാറകളും പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് വെള്ളം കണ്ടേക്കണത്. അപ്പോൾ നിലവിൽ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വെള്ളം ഉണ്ടോയെന്ന് നമുക്ക് കാണാം. 6 കോലായെന്ന് അറിയുകയും ചെയ്യണം. നമ്മൾ പറഞ്ഞ കണക്ക് ശരിയാണെന്ന് അറിയുകയും ചെയ്യണം. അപ്പോൾ അതെ, ഇതാണ് ആ കിണർ. JCBക്ക് താത്തിയുണ്ട്. നല്ല റൗണ്ടൊന്നും കാണില്ല, റിങ് ഇറക്കാനുള്ള കിണറാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ 2 ദിവസം കൊണ്ട് താത്തിയണയാണ് കേട്ടോ. അത്ര ഏതായാലും വെള്ളം കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ താഴ്ച ഉണ്ടെന്ന് കൂടെ അറിയണം. നീ താന്നോളിരിക്കില്ലേട്ടാ? മട്ടി കുഴപ്പമില്ലായിരിക്കില്ലേ? ബ്രേക്കറിന് പൊട്ടിക്കോ? അല്ല, മറ്റേ അടി 1.5 കെമിക്കൽ അടിക്കേണ്ടി വരുമോ? ബ്രേക്കർ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. നാളെ മോട്ടർ വേണ്ടി വരുമോ? ആ, അല്ല, ഈ കാണുന്ന വെള്ളമല്ലേ അത് വിട്ട് മുകളിൽ പൊങ്ങൂല വെള്ളം. എന്നുവെച്ചാൽ ദേ കിടക്കുന്ന വെള്ളം കണ്ടോ? അല്ല വല്ല വെള്ളം ഞാൻ ഇന്നലെ കണ്ട വെള്ളം കിടക്കുന്നത്. ഇവർ കാണിച്ചപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു. അല്ല, അന്ന് വന്നപ്പോൾ ഇവർ കാണിച്ചു തരും വെള്ളം കിടക്കുന്നത്. ഞാൻ കണ്ടില്ല. നമ്മൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയയും പാറയും നോക്കി നമ്മൾ സ്ഥലം നോക്കിയാൽ പറയണം. ദൂരം നമ്മൾ നോക്കാറില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും വെള്ളം ഉണ്ടെന്ന് നമുക്ക് പറയണം. അപ്പോൾ നമ്മൾ കിണറിൽ നിന്ന് പൊട്ടിച്ച് കയറ്റിയ കല്ലുകളൊന്ന് കാണിച്ചു തരാം. മട്ടിയാണ്. മട്ടിക്കകത്ത് പാറയുടെ കൂടിയുള്ള മട്ടിയാണ്. നല്ല കടുപ്പുള്ളൊരു മട്ടിയാണ്. പാറയുടെ അംശം മാത്രമേ ഉള്ളൂ. ഫുൾ പാറയല്ല, പാറയുടെ അംശം മാത്രമേ ഉണ്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ലെയർ പൊട്ടിച്ചപ്പോൾ പിന്നെ ബ്രേക്കറിന് അടിച്ച് പൊട്ടിക്കാമെന്നാണ് അവർ. അപ്പോൾ ഏകദേശം വെള്ളം കണ്ട് നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട്. പറയാൻ പറ്റില്ല, മണ്ണുണ്ടാവും ഇടയ്ക്ക്. മണ്ണേ
ഒരു ലെയർ കഴിഞ്ഞാൽ ഒരു ലെയർ മണ്ണുണ്ടാവും. പാറയുടെ അംശമുള്ള അത് മുകളിൽ സ്റ്റോറേജ് ചെയ്യുന്ന തന്നെയാണ്. ആ എവിടെയും പാറയുടെ അടക്കുണ്ടാവും, ആ അവിടെ കിടന്ന വെള്ളം അത് ഇങ്ങനെ തന്നെ. എത്രയുണ്ട്? 4 മീറ്റർ. ഇപ്പോൾ 4 മീറ്റർ ആ മുട്ടി കിടന്നു. 6 കോല ആയില്ല. 6 കോലാണ് 4.32 വേണം. 1/2 മീറ്ററോളം നടണം. ഇപ്പം മുട്ടി നിൽക്കുന്നത് ഇപ്പം ഈ മുട്ടികളല്ലേ ഇപ്പം പുള്ളി നിൽക്കുന്നത് 4 മീറ്റർ ഉള്ളൂ. 32 സെൻറ്റിമീറ്ററോളം നാന്നാലാണ്. ഒരടിയാണ് നാന്നാലാണ് ഈ 6 കോലാവുള്ളൂ. ഇപ്പം നിലവിൽ വെള്ളം നിൽക്കുന്നത് 6 കോലിൽ കറക്റ്റാണ്. അല്ല ആന എന്നാണ് നിങ്ങൾ പറഞ്ഞാൽ 6 കോല് കൂടുതലായെന്ന് പറഞ്ഞാൽ. അത് ഞാൻ ആദ്യമായിട്ട് കാണില്ലേ. അപ്പം നമുക്ക് ആ ഒരു തോന്നൽ മാത്രമല്ല, നമുക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ പറഞ്ഞ സാധനം ശരിയാണെന്ന് പറയാൻ. ആ പലയിടത്തും ഞങ്ങൾ കിണറ് കത്തിയിട്ട് ഈ വെള്ളം കാണുമ്പോൾ ആൾക്കാർ നിർത്തിക്കളാൻ പറയും. ഇല്ല 2 മാസം കഴിയുമ്പോഴല്ലോ താത്താൻ പറയും. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ താത്തന്നെ കിണറിന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാർച്ചിൽ മഴ പെയ്യും. മാർച്ച് പകുതിയാക്കാൻ മഴ തുടങ്ങും. ഇനി ആ കുഴിയൊക്കെ താഴ്ചണ്ടാ. അല്ല ആ കുഴി എന്താ കുഴിയിലെ പൊട്ട അടിച്ചല്ലേ അത് പൊട്ടിയിട്ടുണ്ടോന്ന്. ഇനിയുണ്ട് എന്തോരം താഴ്ച ഉണ്ട് കുഴിക്ക്? താത്തി മണ്ണെടുക്കുവാനല്ലേ ഉള്ളൂ. ഒരടി ഉണ്ടോ? വെള്ളം മന ഏരിയ എവിടെ നിന്നൊക്കെ വടക്ക് കിഴക്കൻ മൂലയ്ക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൂലയ്ക്കുന്ന വെള്ളം മന അത് ഭയയുടെ കാലിക്കണോ അവിടെ നിന്ന് വെള്ളം മന വെള്ളം വരുള്ളൂ. ആ അവിടെ നിന്ന് പറഞ്ഞായിരുന്നേ. ഞാൻ ഈ ഭൂമിയുടെ ചെരുവേ അവിടെ നിന്ന് ഇങ്ങോട്ടാ പാറ അവിടെ മട്ടി പുറമെ കാണാം നമുക്ക്. ഇവിടെ മട്ടിയില്ല. അപ്പോൾ നമ്മൾ ആവറേജ് കണക്ക് പറഞ്ഞാൽ നമ്മൾ താഴ്ച പറഞ്ഞ 6 കോല്. നമ്മൾ ഈ സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര താഴ്ച ഇല്ല. മണ്ണിട്ടണയാ അല്ല ഇതിവിടെ തിട്ടിന് അത്ര പൊക്കം ഉണ്ടായിരുന്നു. ഇതേ പൊക്കം ഉണ്ടായിരുന്നു തിട്ടിന്. ആ മഞ്ഞമണ്ണ് തന്നെയാണ് മണ്ണിട്ടണ ഏരിയ. ബാക്കി തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഈ സ്ഥലം അനക്കാലം താന്ന് നടന്നേ. അപ്പോൾ നമ്മൾ പറഞ്ഞനുസരിച്ചുള്ള താഴ്ച വന്നിട്ടുണ്ട്. വെള്ളം കണ്ടു 6 കോലിൽ കാണുമെങ്കിൽ 6 കോലിൽ തന്നെ കണ്ടു. വെള്ളം സ്റ്റോറേജ് വേണ്ടി നമ്മൾ താത്തണം. സ്റ്റോറേജിന് നമ്മൾ താത്തണം. വെള്ളം കണ്ടെന്നുണ്ട് കാര്യമില്ല. സ്റ്റോറേജ് നമ്മൾ ആ വെള്ളം ചെന്ന് ചാടി സ്റ്റോർ ചെയ്യാനുള്ള താഴ്ച നമ്മൾ. ഈ വെള്ളം ചാടുന്ന വെള്ളം ഉണ്ടല്ലോ പറ്റിപ്പോവില്ല. അത് പാറ തന്നെ കിടക്കും. പുറത്തേക്ക് പോലും വെള്ളം അത് വലിഞ്ഞു പോലാന്ന് അവിടെ കിടക്കും. വെള്ളം ഉണ്ടാകാനോ അത്ര ഓർമ്മയുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുന്നതും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അവൻ്റെ 3000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ മാത്രം കിടക്കണം. വെള്ളം വന്ന ഏരിയ വടക്കേ മൂലയ്ക്കല്ല വടക്ക് ഭാഗത്തുനിന്ന്. അപ്പോൾ അതെ നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി തന്നെ ലക്ഷ്മണൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട്. 6 കോലിൽ തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കിണറിൻ്റെ സ്ഥാനങ്ങളിൽ ഫസ്റ്റ് കണ്ടേക്കുന്നത് തന്നെ സക്സസ്ഫുള്ളായി ഉണ്ട്. അതുപോലെ കെട്ടിടത്തിൻ്റെ സ്ഥാനം കണ്ടേക്കുന്നതും അത് നമ്മൾ പണി തുടങ്ങിയത് കല്ല് പണി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നത്. ഇൻറ്റീരിയർ വർക്കിന് നമ്മൾ ഒരുവിധം അങ്ങോട്ട് കുറച്ച് നമ്മൾ കൊണ്ടേക്കുവാണ്. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം.